ഹായ്, എല്ലാവർക്കും സ്വാഗതം. കേരളം മുഴുവൻ കാത്തിരുന്ന ആ പ്രഖ്യാപനം ഒടുവിൽ വന്നിരിക്കുകയാണ്. അതെ, കണ്ണൂർ ജില്ലയിലെ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ജനാധിപത്യത്തിന്റെ ഈ ഉത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നേരെ കടക്കാം. അതൊരു വല്ലാത്ത സംഭവമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പലരും പറയുന്നത് ഇങ്ങനെയാണ്, അല്ലേ? എന്തുകൊണ്ടാണ് ഇത്തവണത്തെ കണ്ണൂർ ഇലക്ഷൻ ഇത്ര വലിയൊരു സംഭവമാകുന്നത്? എന്താണിത്ര പ്രത്യേകത? നമുക്ക് നോക്കാം. ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. സാധാരണ ഒരു ലോക്കൽ ഇലക്ഷൻ എങ്ങനെയാണ് ഇത്ര വലിയ വാർത്തയാകുന്നത്, ലോകശ്രദ്ധ നേടുന്നത്? സത്യം പറഞ്ഞാൽ ഇത് വെറും ഒരു വോട്ടെടുപ്പല്ല, അതിനപ്പുറം ഒരുപാടുണ്ട്. അപ്പോ കണ്ണൂരിലെ ആ ഒരു ഇലക്ഷൻ ഫീല് ശരിക്കും കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ എന്തുകൊണ്ടാണ് ഒരു ഉത്സവം പോലെയാവുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഒരു ഭയങ്കര പങ്കാളിത്തമാണ്. കേരളത്തിലെ ഇലക്ഷനുകൾ ലോകശ്രദ്ധ നേടുന്നതിന്റെ കാരണവും അതുതന്നെ. ഉയർന്ന പൗരബോധവും ജനാധിപത്യത്തിലുള്ള വിശ്വാസവും കാരണം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മലയാളിക്ക് ഇലക്ഷൻ ഒരു ആഘോഷമാണ്. വീടുകളിലൊക്കെ ഒരു ചർച്ചയും ചെറിയ തർക്കങ്ങളുമൊക്കെയായി നാടാകെ ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് വരും. ഓക്കേ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. എല്ലാവരും കാത്തിരിക്കുന്ന ആ ഡേറ്റുകൾ, കണ്ണൂരിലെ വോട്ടർമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ നിർണായക തീയതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? 21,14,668. ഈ സംഖ്യയുടെ വലിപ്പമൊന്ന് നോക്കൂ. ഇത്രയും ആളുകളാണ് ഇത്തവണ കണ്ണൂരിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. ഈയൊരു കണക്ക് മാത്രം മതി ഈ ജനാധിപത്യ പ്രക്രിയയുടെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ. അപ്പോ കാലണ്ടറൊക്കെ എടുത്ത് ഈ ഡേറ്റുകളൊന്ന് മാർക്ക് ചെയ്തോളൂ. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷനുകൾ നടക്കുന്നത് 2025 ഡിസംബർ 11, ഒരു വ്യാഴാഴ്ചയാണ്. ഇനി റിസൾട്ട് അറിയാൻ ഒരുപാട് കാത്തിരിക്കണോ? വേണ്ട, വെറും 2 ദിവസം. ഡിസംബർ 13 ശനിയാഴ്ച രാവിലെ മുതൽ നമുക്ക് ഫലങ്ങൾ അറിഞ്ഞു തുടങ്ങാം. അപ്പോൾ ഡേറ്റും കണക്കുകളുമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കണ്ണൂരിലെ ആ ഒരു റിയൽ ഫീൽ, തെരുവുകളിലെ യഥാർത്ഥ ആവേശം, ആ ഒരു ഉത്സവ പ്രതീതിയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ഡേറ്റ് വന്നതോടുകൂടി കണ്ണൂരിലെ ആളുകളൊക്കെ ശരിക്കും ആവേശത്തിലായി. ചായക്കടകളിലും ബസ് സ്റ്റോപ്പിലുമൊക്കെ ഇപ്പൊ പ്രധാന ചർച്ചാവിഷയം ഇതുതന്നെയാണ്. ഇനി അങ്ങോട്ട് പ്രചാരണങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയുമൊക്കെ ഒരു പൂരമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർ ഇലക്ഷൻ മൂഡിലേക്ക് പൂർണ്ണമായി എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നു. പോകുന്നതിനു മുൻപ് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എവിടെ കിട്ടുമെന്നും പിന്നെ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ഒരു ചോദ്യവും തരാം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ അറിയാൻ കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online/kannur/ എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും എല്ലാ വിവരങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ കിട്ടും. ഈയൊരു ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ജനാധിപത്യത്തിന്റെ ഈ വലിയ ആഘോഷത്തിൽ ഒരു കാഴ്ചക്കാരനായി മാറി നിൽക്കാനാണോ അതോ ഇതിന്റെ ഒരു ഭാഗമാകാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും